മലയാളികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഭാവിക്കായി നിക്ഷേപിക്കുമ്പോൾ അതൊരു സുരക്ഷിത തണലാകും എന്നാണ് കരുതുന്നത്. എന്നാൽ വർഷങ്ങളായി കൃത്യമായി പണം നിക്ഷേപിച്ചിട്ടും വിചാരിച്ച വളർച്ച കിട്ടാതെ പോകുന്ന അവസ്ഥ നിങ്ങളിൽ എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? മിന്റു പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ചില ഡെഡ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ അറിയാതെ നമ്മുടെ സമ്പത്തിനെ കാർന്നു തിന്നുന്നു എന്നതാണ്. പണം വെറുതെ ഇടാതെ കൃത്യമായി നിക്ഷേപിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നവർ പോലും അറിയാതെ പോകുന്ന ഈ വലിയ സാമ്പത്തിക അപകടത്തെക്കുറിച്ചോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഇത്തരം ഡെഡ് നിക്ഷേപങ്ങൾ എങ്ങനെ കണ്ടെത്തി ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒരു നിക്ഷേപം മോശമാണെന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഓഹരി വിപണിയിലെയോ മ്യൂച്വൽ ഫണ്ടിലെയോ വലിയ തകർച്ചയാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത്. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതല്ല യഥാർത്ഥ പ്രശ്നമെന്നാണ്. വർഷങ്ങളായി ഒട്ടും വളർച്ചയില്ലാതെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാതെ പോർട്ട്ഫോളിയോയിൽ വെറുതെ ഇട്ടിരിക്കുന്ന നിക്ഷേപങ്ങളെയാണ് ഡെഡ് മണി അല്ലെങ്കിൽ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേറെ ഏതെങ്കിലും നല്ല പദ്ധതിയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ മികച്ച ലാഭം കിട്ടുമായിരുന്ന പണം യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു പദ്ധതിയിൽ വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണിത്. പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ ജിയോജിത് ഇൻവെസ്റ്റ്മെന്റിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഗിബിൻ ജോൺ വ്യക്തമാക്കുന്നത് ബാങ്ക് സ്ഥിര നിക്ഷേപം പോലുള്ള റിസ്ക് ഇല്ലാത്ത നിക്ഷേപങ്ങൾ നൽകുന്ന പലിശയേക്കാൾ താഴെ മാത്രം ആദായം നൽകുന്ന പദ്ധതികളെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റുകളായി കാണണം എന്നാണ്. കുറഞ്ഞ ലിക്വിഡിറ്റിയും ഭാവിയിൽ മൂല്യം ഉയരുമെന്ന പ്രതീക്ഷയുമില്ലാത്ത ഇത്തരം ആസ്തികളിൽ പണം കുടുങ്ങിക്കിടക്കുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും ആദായം മാത്രം നോക്കിയാണ് നിക്ഷേപങ്ങളെ വിലയിരുത്താറുള്ളത്. എന്നാൽ ആ പണം മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന വലിയ ലാഭമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇൻഗ്രിഡ് മണിയുടെ സിഇഒ വിജയ് കുപ്പ അഭിപ്രായപ്പെടുന്നത് ദീർഘകാലമായി വളർച്ചയോ ആദായമോ നൽകാൻ കഴിയാത്ത ആസ്തികളെയും നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക ആവശ്യങ്ങളോട് ഒത്തുപോകാൻ കഴിയാത്ത നിക്ഷേപങ്ങളെയുമാണ് ഡെഡ് നിക്ഷേപങ്ങൾ എന്ന് വിളിക്കേണ്ടത് എന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ 10 വർഷം മുൻപ് ഒരു ഓഹരിയോ മ്യൂച്വൽ ഫണ്ടോ വാങ്ങിയത് അന്നത്തെ സാഹചര്യത്തിൽ അത് ശരിയായിരിക്കാം. എന്നാൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിലോ ബിസിനസ് രംഗത്തോ സർക്കാർ നയങ്ങളിലോ മാറ്റങ്ങൾ വരുമ്പോൾ ആ നിക്ഷേപത്തിന്റെ സ്വഭാവം തന്നെ മാറിയേക്കാം. നമ്മൾ മലയാളികൾക്കിടയിൽ വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് ഇൻഷുറൻസും നിക്ഷേപവും കൂട്ടിക്കലർത്തിയുള്ള പദ്ധതികൾ. ഇത്തരം ഇൻഷുറൻസ് കം ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ പലപ്പോഴും ആവശ്യത്തിന് ഇൻഷുറൻസ് പരിരക്ഷയോ അതല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ആദായമോ നൽകില്ല എന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിപണിയിലെ മറ്റു ഫണ്ടുകൾ മികച്ച ലാഭം നൽകുമ്പോഴും വർഷങ്ങളായി ശരാശരിയിലും താഴെ മാത്രം പ്രകടനം കാഴ്ചവെക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഇത്തരം ഡെഡ് നിക്ഷേപങ്ങളുടെ പട്ടികയിൽ വരും. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം മോശം നിക്ഷേപങ്ങൾ വിറ്റൊഴിവാക്കാതെ കൈവശം വെക്കുന്നത് എന്നതിനെക്കുറിച്ച് fundsindia.com സിഇഒ ഋഷഭ് ഗോർഗ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും നിക്ഷേപകർ തങ്ങളുടെ പഴയ തീരുമാനങ്ങളെ വൈകാരികമായി കാണുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. നഷ്ടം രേഖപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം മോശം നിക്ഷേപങ്ങൾ വർഷങ്ങളോളം കൈവശം വയ്ക്കുകയും നല്ല ലാഭം നൽകുന്ന നിക്ഷേപങ്ങൾ വേഗത്തിൽ വിറ്റൊഴിവാക്കുകയും ചെയ്യുന്ന ഒരു മോശം രീതി പലരിലുമുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം ഡെഡ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഋഷഭ് ഗാർഗ് നിർദ്ദേശിക്കുന്ന ലളിതമായ ഒരു ചോദ്യമുണ്ട്. അത് ഇനി ഞാൻ പറയാം. ഇന്ന് ഈ നിക്ഷേപം എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ഇത് പുതിയതായി വാങ്ങുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തീർച്ചയായും ആ നിക്ഷേപം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റേണ്ട സമയമായി എന്ന് മനസ്സിലാക്കാം. എന്തിനാണ് ആ നിക്ഷേപം കൈവശം വെച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റായി മാറിയിട്ടുണ്ടാകാം. എന്നാൽ വിപണിയിലെ താൽക്കാലിക ഇടിവുകൾ കണ്ട് പെട്ടെന്ന് നിക്ഷേപങ്ങൾ പിൻവലിക്കരുതെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒരു പാദത്തിലോ 6 മാസത്തിലോ ഉണ്ടാകുന്ന ചെറിയ ഇടിവുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോർട്ട്ഫോളിയോ പരിശോധിച്ച് പരിഭ്രാന്തരായി തീരുമാനങ്ങൾ എടുക്കരുതെന്നും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ മാത്രം വിശദമായ പരിശോധന നടത്തിയാൽ മതിയെന്നുമാണ് വിദഗ്ധരുടെ നിർദ്ദേശം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നിക്ഷേപ ലക്ഷ്യങ്ങളും മാറും എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. 20കളിലോ 30കളിലോ ഉള്ള ഒരു ചെറുപ്പക്കാരന് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ കാത്തിരുന്ന് നേരിടാൻ സമയമുണ്ടാകും. എന്നാൽ വിരമിക്കൽ പ്രായത്തോടടുക്കുന്ന ഒരാൾക്ക് ആ സമയം ലഭിക്കില്ല. അതിനാൽ പ്രായവും ആവശ്യങ്ങളും മാറുന്നതനുസരിച്ച് പോർട്ട്ഫോളിയോയിലെ നിക്ഷേപങ്ങളിലും മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിക്ഷേപം മോശമാണെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ വിറ്റൊഴിവാക്കുകയല്ല വേണ്ടത്.
മറിച്ച് എന്തുകൊണ്ട് അത് മോശമായി എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഭാവി സാധ്യതകൾ എന്നിവ വിലയിരുത്തിയ ശേഷം മാത്രം ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായത്തോടെ മാറ്റങ്ങൾ വരുത്താം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കായി വളർന്നുകൊണ്ടിരിക്കണം എന്നതാണ് നിക്ഷേപങ്ങളുടെ അടിസ്ഥാന തത്വം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെറുതെ ഇരുന്ന സമ്പത്ത് നഷ്ടപ്പെടുന്ന ഇത്തരം ഡെഡ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കണം. വരും ദിവസങ്ങളിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കുന്നത് നാളത്തെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അംഗീകൃത ഫിനാൻഷ്യൽ പ്ലാനർമാരുടെ ഉപദേശം തേടാനും ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.